ഹലോ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇൻട്രായുടെ V10 ആണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിലൂടെ V30 V20 അതുപോലെ തന്നെ V30യുടെ കവറിങ് അങ്ങനെയുള്ള ബാക്കിയുള്ള വണ്ടികൾസ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പം നമ്മളിവിടെ ഉള്ളത് V10 ആണ്. V10 ഏറ്റവും ഫസ്റ്റ് ഓപ്ഷനാണ് V10 വരുന്നത്. V10ൻ്റെ 2019 മോഡലാണ് നമ്മുടെ കൂടെ ഉള്ളത്. വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനാണ് വണ്ടി നിലവിലുള്ളത്. ടയേഴ്സിൻ്റെ ഭാഗത്ത് ചെറിയൊരു കുറവുണ്ട്. അതായത് ഫ്രണ്ടിലെ 2 ടയേഴ്സ് ആവറേജ് ആണ്, ബിലോ ആവറേജ് ആണ്, അത് കുറച്ച് കൂടാനുള്ളൂ. ബാക്കിലെ 2 ടയേഴ്സും അത്യാവശ്യം നല്ലതാണ്, എബോവ് ആവറേജ് തന്നെയുണ്ട്. രജിസ്ട്രേഷൻ വരുന്നത് KL30 ആണ്. ഇപ്പം ടെസ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ പെയിൻറ്റിങ് കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള ഇലക്ട്രിക് വർക്ക് കൂടെ കുറച്ചുകൂടെ മിച്ചമുണ്ട് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ പെയിൻറ്റിങ് കഴിഞ്ഞപ്പോൾ എടുത്ത വീഡിയോ ആണ് ഈ കാണുന്നത് നിങ്ങൾ. നമ്മളിത് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുമ്പോൾ പുതിയ പേപ്പേഴ്സൊക്കെ ആയിരിക്കും തരുന്നത്, പുതിയ ടെസ്റ്റ്, പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും തരുന്നത്. ഇപ്പോൾ 2 വർഷത്തേക്കുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് വണ്ടിയുടെ കാര്യങ്ങൾ. ബാക്കിലെ ടയേഴ്സ് ഈ കാണുന്നതാണ്, എബോവ് ആവറേജ് തന്നെയുണ്ട് വണ്ടിയുടെ ബാക്കിലെ ടയേഴ്സ്. ഷാസിയുടെ ബാഗാണ് നിങ്ങൾ കാണുന്നത്. ബാറ്ററി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ബാറ്ററിയാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ ടയേഴ്സിൻ്റെ അതാണ് ഞാൻ പറഞ്ഞത്, ആവറേജ് ഉണ്ടാവും. ബിലോ ആവറേജ് ആണ് വണ്ടിയുടെ ഫ്രണ്ടിലെ ടയേഴ്സ് രണ്ടും. റീപ്ലേസ്മെൻ്റ് ആയിട്ട് വണ്ടിയിൽ യാതൊന്നുമില്ല, എല്ലാം ജെന്യൂൻ പാർട്സ് തന്നെയാണ്. യാതൊരു റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിയിൽ. ആക്സിഡൻറ്റ് ഹിസ്റ്ററീസ് ഒന്നുമില്ല. ഇപ്പുറ സൈഡിലെ ഷാസിയും ഭാഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ സൈഡും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സെയിം ടയർ തന്നെയാണ് ഇപ്പുറത്തും ഇട്ടിരിക്കുന്നത്. വണ്ടിക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വേലിയും അതുപോലെ തന്നെ ഷീറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2 സൈഡ് ഓപ്പൺ ആണ്, അതിൻ്റെ പെട്ടി വരുന്നത് 2 സൈഡ് ഓപ്പൺ ആണ്. നല്ല രീതിയിൽ തന്നെ ഇച്ചിരി പൊക്കിയാണ് വേലി ചെയ്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് വണ്ടിയുടെ പുറത്തെ കാര്യങ്ങൾ. ഇനി അകത്തെ വിശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയറും അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള കണ്ടീഷനാണ്. ഡാഷ്ബോർഡ്സും കാര്യങ്ങളും അതുപോലെ തന്നെ ഡോർ പാഡ്സും കാര്യങ്ങളും നിങ്ങൾക്കുണ്ട്. അപ്പോൾസറിക്ക് ചെറിയൊരു കുറവുണ്ട്, അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ വിട്ടുവീഴ്ച ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾസറിക്ക് മാത്രമേ ഇൻറ്റീരിയറിൽ ചെറിയൊരു ഫോൾട്ടുള്ളൂ. ബാക്കിയെല്ലാം പക്ക ഓക്കെയാണ് വണ്ടിയുടെ കണ്ടീഷൻ. വണ്ടി ഏകദേശം ഓടിയിട്ടുള്ള കിലോമീറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓണാകട്ടെ. വണ്ടി ഏകദേശം ഓടിയിട്ടുള്ള കിലോമീറ്റർ 45,094 കിലോമീറ്റർ, അതായത് 45,100 കിലോമീറ്റേഴ്സ് മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും ഒരു ലോ കിലോമീറ്റർ ഓടിയ ഒരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ കാണുന്ന ഇൻട്രാ V10. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് എൻജിൻ സൗണ്ടോടെ കേൾപ്പിച്ചു തരാം. അതാണ് സീറ്റിന് അപ്പോൾസറിക്ക് ചെറിയൊരു ഫോൾട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു അപ്പോൾസറിക്കാണ് ഉള്ളത്. ജസ്റ്റ് ഒന്ന് റേസ് ചെയ്യുന്നുണ്ട്, ഞാൻ സൗണ്ട് കേൾപ്പിച്ചു തരാം. ക്ലിയർ ആവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് റേസ് ചെയ്തിട്ടുള്ള വണ്ടിയുടെ സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഇത്രയൊക്കെ തന്നെയുള്ളൂ വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ആയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും. മാക്സിമം ഞാനത് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വണ്ടി കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചേർത്തലയിൽ വന്നാൽ മതി, നിങ്ങൾക്ക് നേരിട്ട് വണ്ടി കാണാം, ഓടിച്ച് നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. എഞ്ചിൻ്റെ ഭാഗമൊക്കെയാണ് ആ കാണിക്കുന്നതൊക്കെ. അപ്പം ഇത്രയൊക്കെയുള്ള വണ്ടിയുടെ വിശേഷങ്ങൾ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുന്ന നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് വെറും 3.5 ലക്ഷം രൂപ മാത്രമാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. നമുക്ക് നേരിട്ട് വന്ന് എന്താ വെച്ചാൽ സംസാരിച്ച് സ്ലൈറ്റ്ലി നെഗോഷിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും വണ്ടി. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക. സിംഗിൾ ഓണർ വണ്ടിയാണ്. നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ ആദ്യമായിട്ട് നിങ്ങൾ ഈ പേജ് കാണുന്നുണ്ടെങ്കിൽ, അതായത് യൂട്യൂബ് പേജ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആർക്കെങ്കിലും ഈ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക. അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നല്ലൊരു ഉപകാരമായിരിക്കും അതവർക്ക്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.